നാടിൻ്റെ നാദദേവത്തെ വന്ദനം ബ്രഹ്മയാമമായി ശംഖനാദവും നാമമന്ത്രവും മംഗലേ കേട്ടുണർന്നാലും വേന്തനാടിൻ്റെ നാദദേവത്തെ വന്ദനം ബ്രഹ്മയാമമായി ശംഖനാദവും നാമമന്ത്രവും മംഗലേ കേട്ടുണർന്നാലും ചിത്തനൈർമല്യം ചേർത്തിടും നിന്റെ ചിത്രനിർമാല്യം കാണേണം ചിത്തനൈർമല്യം ചേർത്തിടും നിന്റെ ചിത്രനിർമാല്യം കാണേണം നിത്യനീരാട്ട് രണ്ടുമേ കണ്ടു ഹൃത്തടം കുളിർ കോരേണം ഇഷ്ടനൈവേദ്യം ഏന്തുമെന്നുള്ളം പൊൻചിരട്ടയായി മാറേണം ഇഷ്ടനൈവേദ്യമേന്തുമെന്നുള്ളം പൊൻചിരട്ടയായി മാറേണം നെഞ്ചകത്താലം നാമപുഷ്പങ്ങൾ പന്തിരായിരം തൂവേണം നെഞ്ചകത്താലം നാമപുഷ്പങ്ങൾ പന്തിരായിരം തൂവേണം
പ്രപഞ്ച സൃഷ്ടി മുതൽ ഇന്നുവരെയും ഇനിയുണ്ടാകാൻ പോകുന്നതുമായ അത്ഭുതമുളവാക്കുന്ന ദേവീ മഹാത്മ്യത്തിന്റെ പ്രഭ എന്നുമെന്നും തിളങ്ങിക്കൊണ്ടിരിക്കുമെന്നതിന് സംശയലേശമില്ല. അതിരുകളില്ലാത്ത ആ പ്രകാശം മനുഷ്യനെ പാപത്തിൽ നിന്നും മുക്തനാക്കുകയും ശാന്തി പ്രദാനം ചെയ്യുകയും ജീവിതാവസാനം മുക്തി നൽകുന്നതുമാണ്.
ഔദ്യോഗികമായി നമ്മുടെ ആർട്ടിസ്റ്റുകളെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ഈ ഷോ നിങ്ങൾക്കായി സമർപ്പിച്ചിട്ടുള്ള ജയകുമാർ പുത്തമ്പുരയെയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെയും ആദരപൂർവ്വം തന്നെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അമ്മേ നാരായണ, ദേവി നാരായണ. തുടർച്ചയായ 4ാം വർഷവും ദേവിക്ക് വേണ്ടി ഈ പ്രോഗ്രാം ഇവിടെ സമർപ്പിക്കാൻ അവസരമൊരുക്കി തന്ന ദേവസ്വം ബോർഡിനോടും ഈ ക്ഷേത്രത്തിലെ ഭരണസമിതി ഭാരവാഹികളോടും ഈ അവസരത്തിൽ ഞങ്ങൾ ഓരോരുത്തരും നന്ദി പറഞ്ഞുകൊള്ളുന്നു. രാജാക്കന്മാർ തേർത്തെളിക്കുന്ന ചിരിയുടെ പോരാട്ടവേദിയിൽ പൊട്ടിച്ചിരിയുടെ അലയൊലികൾ തീർത്ത ടീം സ്റ്റാർസ് ഓഫ് കൊച്ചിൻ. പ്രേക്ഷകരിൽ ചിരിയുടെ വിസ്ഫോടനം തീർത്ത് ചതിയുടെ ചിരിതന്ത്രവുമായി എത്തിയ പാഷാണം ഷാജി. വിമാനം വരുമ്പോ പൈലറ്റിന് വഴി കാണുമ്പോ ഭയങ്കര മോട്ടോ. പിന്നെ എന്റെ പേരൊക്കെ അറിയാം. നിന്റെ പേരാ നിന്റെ നാളെ പറഞ്ഞ അമ്പലത്തിൽ കുട്ടപ്പഞ്ചായത്ത് അങ്ങനെ വാത്തന്മാര് കൊണ്ടുപോയി ഞാൻ ഒരു സുഖം, ഒരു മനസ്സുഖം.
മലയാളി ഇതുവരെ ദർശിച്ചിട്ടില്ലാത്ത ചിരിയുടെ ഉശിരൻ പ്രകടനം നടത്തിയ ഇടിക്കൂട്ടിലെ ഹാസ്യ നക്ഷത്രങ്ങൾ. 10-30 വർഷമായിട്ടേ ഊതിക്കാറ്റെടുത്തൊക്കെ പൊന്നാണത്. നിങ്ങളുടെ അവിടെയൊക്കെ വാളപ്പുളി തുടങ്ങിയതിന് സത്യം കണ്ടായാലും തുറന്നു എല്ലാ സത്യം തുറന്നു പറഞ്ഞാൽ കർത്താവിന്റെ അനുഭവം അറിയാം. ഒരു സിദ്ധി കിട്ടിയാൽ നമുക്ക് ബോക്സിനകത്ത് മാത്രമേ. എന്ത് സിദ്ധി? ഒല്ലീശനെ കാണാൻ പറ്റും. അപ്പോ ഇപ്പൊ കറക്റ്റായി പോയി 5 പേരെ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്ന എന്തിനല്ല. ടീം സ്റ്റാർസ് ഓഫ് കൊച്ചിൻ. ഏഷ്യാനെറ്റ്, കൈരളി, അമൃത തുടങ്ങിയ ചാനലിലൂടെ വ്യത്യസ്തമായ നിരവധി ഡാൻസുകൾ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ മുക്തകണ്ഠമായ പ്രശംസ നേടിയ സജിത് പള്ളൂർത്തി ടീം അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ.
പാഷാണം ഷാജി സാജു നവോദയ. താങ്ക് യു സാജു. നമ്മുടെ മോരിപ്പള്ളിയിലെ നമ്മുടെ പ്രിയ സഹോദരങ്ങളോട് എന്താണ് സാജുവിന് പറയാനുള്ളത്? പ്രിയമുള്ളവരെ എല്ലാവർക്കും ഇന്ന് ഈ വേദിയിലേക്ക് ക്ഷണിച്ചു വരുത്തിയതിന് ഇതിന്റെ എല്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അതിലുപരി ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന്റെ സ്പോൺസറായ ജയൻ ചേട്ടനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ആത്മാർത്ഥമൃത്തം സന്തോഷ് ചേട്ടനും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ലോകത്തിൽ ഒത്തിരി വില കൂടിയ അവാർഡുകളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളെപ്പോലുള്ള സാധാരണ കലാകാരന്മാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രണ്ട് കൈകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ്. അത് ഞങ്ങൾക്ക് ഈ പ്രോഗ്രാമിന്റെ ആദ്യ അവസാനം വരെ ഉണ്ടാവണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇവിടെ മോഹൻലാൽ ഫാൻസ് എത്ര പേരുണ്ട്? മമ്മൂട്ടി ഫാൻസാ? ഇനി ഞങ്ങളെപ്പോലുള്ള ചെറിയ കലാകാരന്മാരെ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? ഓക്കെ, താങ്ക് യു. ഇനി ഒരാളെ കൂടി ക്ഷണിക്കാനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, മിമിക്രി വേദിയിൽ നിന്നും സിനിമയിലെത്തി ഒട്ടനവധി വ്യത്യസ്തമായുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരുപാട് പറയേണ്ട കാര്യമില്ല. കുട്ടിപ്പട്ടാളം എല്ലാവരും കാണാറുണ്ടോ? ഇഷ്ടമാണോ? അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ആരെയായിരിക്കും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത്? നമുക്ക് സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈഡിനോട് സ്വാഗതം ചെയ്യാം. വെൽക്കം സുബി സുരേഷ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ അച്ഛനമ്മമാർക്കും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞനുജന്മാർക്കും അനുജത്തിമാർക്കും എന്റെ പ്രിയപ്പെട്ട കുട്ടിപ്പട്ടാളങ്ങൾക്കും എന്റെ നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? വളരെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ കടന്നു വന്നപ്പോൾ ഒരു മ്യൂസിക് ഇട്ടായിരുന്നു, നല്ല ഗംഭീര മ്യൂസിക് ആയിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള മ്യൂസിക് ആയിരുന്നു. പക്ഷെ ആ മ്യൂസിക്കിന്റെ ഇടയിൽ നിങ്ങൾ കൈയടിച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്മിറ്റിക്കാരും കേട്ടിട്ടുണ്ടാവില്ല, ഞാനും കേട്ടില്ല. ഇനി സുബി വന്നപ്പോ കയ്യടി കുറഞ്ഞു എന്ന് പറഞ്ഞ് കമ്മിറ്റിക്കാർ കാശ് കുറയ്ക്കരുത്. അപ്പൊ അതുകൊണ്ട് ആ കയ്യടി ഒന്നും കൂടി തന്ന കമ്മിറ്റിക്കാരെന്നാ കയ്യടി കേട്ടേനെ. ഇത്രയും വലിയ കയ്യടിയാണോ ഞാൻ മിസ് ചെയ്തത്? മ്യൂസിക് ഇട്ട് വെറുതെ അടികൊള്ളൂ കേട്ടോ. വെറുതെ മ്യൂസിക് ഇടാൻ ഇരിക്കുക. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്കും നിങ്ങളുടെ വലിയൊരു ഘോഷയാത്ര നടക്കണതിന്റെ നടുവിൽ അതിന് ബുദ്ധിമുട്ടിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. എന്നാലും നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി പരിക്കേടൊന്നും ഇല്ലാതെ ഞങ്ങൾ എത്തേണ്ടടുത്ത് കറക്റ്റായിട്ട് എത്തി. ജോഷിന്റെ വീട്ടിൽ തിരിച്ചു പോകണം. തിരിച്ചു വിടണം നമ്മളെ. അതിപ്പോ ഒരു പ്ലാനിങ് എന്നുള്ള പൊതുവെ ഒരു സംസാരമുണ്ട്. അയ്യോ, പ്ലാനിങ് ഒന്നുമല്ല. ഈ ചെറിയ പിള്ളേരെ കൊണ്ട് നമുക്ക് എന്ത് പറയിപ്പിക്കാൻ പറ്റും? ഒന്നും പറഞ്ഞു കൊടുത്ത് പറയിപ്പിക്കാൻ പറ്റില്ല. 3-4 വയസ്സുള്ള ഇപ്പൊ തന്നെ ഡൽഹിയിൽ അവിടെ ഇരിക്കുന്ന ആ കൊച്ചൊക്കെ കുട്ടിപ്പട്ടാളത്തിൽ വന്ന അവരെന്റെ കൂടെ വന്നത് എന്നും കൂടി ഫോട്ടോ ഒക്കെ എടുത്തു. അന്നും ഫോട്ടോ എടുത്തായിരുന്നു കുട്ടിപ്പട്ടാളത്തിൽ. അവരിപ്പോ ധൈര്യമായിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ എന്താ, കൊച്ചു നന്നായിട്ട് സംസാരിച്ചു. ഇല്ലെങ്കിൽ ഒരു നിലയിൽ മുണ്ടിട്ടിരുന്നേനെ. അതുകൊണ്ടാണ് ഇന്നും എന്റെ ഒപ്പം വന്ന് ഫോട്ടോ എടുത്തത്. ഈ കുട്ടികളോടാവുമ്പോൾ നമുക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ഈ ചെറിയ കുട്ടികളെ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റില്ല. അതല്ല, ഓരോരുത്തർ വീട്ടിലുള്ള കാര്യം എനിക്ക് പോയി കണ്ട് അറിയാൻ പറ്റില്ലല്ലോ. ഇല്ല, ഒരിക്കലും ഇതാണ് ശരിക്കും പറഞ്ഞ റിയാലിറ്റി ഷോ 100% സത്യസന്ധമായിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുട്ടികൾ വന്നിട്ട് ഇപ്പൊ നേരത്തെ ഞാൻ അങ്ങോട്ട് തട്ടു കൊടുക്കുമായിരുന്നു ചെയ്യുന്നത്. അതെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കൊച്ചു വന്നപ്പോ ഞാൻ ചോദിച്ചു, മോനെ ചേച്ചി ഈ പ്രോഗ്രാം കാണാറുണ്ടോ? അപ്പൊ 2 വാക്ക് പൊഴുത്തി പറഞ്ഞ എനിക്കൊരു സുഖമാണല്ലോ എന്ന് വിചാരിച്ചാ ചോദിച്ചാൽ കാണാറുണ്ട് എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്, എന്താ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായം? പ്രോഗ്രാമിന് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്, നിങ്ങൾക്ക് തീരെ സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറഞ്ഞു. സന്തോഷമായി. ആ ചേട്ടനൊക്കെ നോക്കി എന്താ സന്തോഷം. കുട്ടികൾ തിരിച്ചറിഞ്ഞു ഞങ്ങൾ അറിഞ്ഞതുപോലെ എന്നെ അല്ലേ? അതെ. അപ്പൊ ഞാനേ എന്റെ ഒരു കുട്ടിയുണ്ട്, പങ്കെടുപ്പിക്കാൻ പറ്റുമോ? ആയിക്കോട്ടെ. ഇതിപ്പോ ഷൂട്ട് ജോലിയുള്ള ദിവസം വർക്കിംഗ് ഡേയ്സിലായിരിക്കുമോ? കുട്ടി വർക്ക് ചെയ്യുന്നുണ്ടോ? കുട്ടി അച്ഛനാണ്, കൃഷ്ണൻകുട്ടി എന്റെ. അപ്പൊ അച്ഛനെ പോയി കേട്ടില്ല വേണ്ട, ഞാനൊരു കുട്ടിയാണ്, എന്നെ കേട്ടില്ല മതി. അങ്ങനെ. അതെ, ചേട്ടൻ കല്യാണം കഴിച്ചതല്ലേ? ഒരു പ്രാവശ്യം. കുട്ടികളുണ്ടോ? ഇല്ല. അപ്പൊ ഒന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു കുട്ടീനെയും കൊണ്ട് നന്നായിട്ട് ശ്രമിക്കണം. 3 വർഷം കഴിയുമ്പോഴത്തേക്ക് 1.5 വർഷം കഴിഞ്ഞ് നിർത്താൻ പോണ പരിപാടിക്ക് 3 വർഷം കഴിഞ്ഞ് ഞാൻ കൊച്ചുമായിട്ട് വന്നിട്ട് കാര്യം അങ്ങനെ കണ്ടോ? ദുഷ്ട. ഞാൻ ചോദിച്ചേ രണ്ടുപേരും കൂടി ഇങ്ങനെ തർക്കം ചെയ്ത പ്രോഗ്രാം ചെയ്യണ്ടോ? നമുക്ക് പ്രോഗ്രാം ഉണ്ടല്ലോ, പെട്ടെന്ന് സ്റ്റാൻഡേർഡ് കൈവിട്ട് പോയിട്ടോ. നല്ലൊരു കൈ കൊടുക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. മാന്യ പ്രേക്ഷകർക്ക് കോമഡി ചരൺ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ കോമഡി ചരണിൽ വീറോടും വാശിയോടും കൂടി ഇഞ്ചോടിച്ച് പോരാടാനായി ബാക്കി നിൽക്കുന്നു
5 ദളങ്ങൾ. ഈ 5 ദളങ്ങളിൽ ഏത് ദളമാണ് എന്റെ ഈ ഹോട്ട് സീറ്റിലെത്തുന്നത് എന്നറിയാൻ വേണ്ടിയുള്ള എന്റെ വേഗതയിൽ ചോദ്യം ഇതാ. ചെറുപ്പത്തിലെ ഞാൻ കുഞ്ഞായിരുന്നു, വലുതായപ്പോൾ ഞാൻ കുട്ടിയായി. കുഞ്ഞാലിക്കുട്ടി. ഉത്തരം തെറ്റാണ്. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക, എന്നിട്ട് ഉത്തരം പറയുക. ചെറുപ്പത്തിലെ ഞാൻ ഉടുത്തിരുന്ന അതേ കുഞ്ഞുടുപ്പ് തന്നെയാണ് വലുതായപ്പോഴും ഞാൻ ഉടുക്കുന്നത്. വിംബിൾഡൺ കളിക്കാരി സാനിയ മിർസ. കറക്റ്റ് ആൻസർ. താങ്കൾക്ക് കടന്നു വരാം എന്റെ ഈ ഹോട്ട് സീറ്റിലേക്ക്. ബാബു ഫ്രം കൊച്ചിൻ. അല്ല, കൊച്ചി ഫ്രം ബാബു, അങ്ങനെയാണ് എന്റെ പേര്. ആണോ? സാർ, ഞാൻ സാറിന്റെ ഭയങ്കര ആരാധകനാണ്. താങ്ക് യു. സാറിന്റെ ഈ അടുത്തിറങ്ങിയ ഒരു പടം ഉണ്ടല്ലോ, ഏതാണ്? അപ്പം പത്തിരി, അപ്പം മുട്ടക്കറിയാണോ? അപ്പോത്തേക്ക് അത് തന്നെ. ഞാനൊരു 50 പ്രാവശ്യം കണ്ടായിരുന്നു. Thank you. സാറിന്റെ ഫ്ലെക്സ് സാറില്ലേ പടത ഫ്ലക്സ്. അതൊക്കെ ഞാൻ വലിച്ചു കിട്ടായിരുന്നു. ആണോ? പിന്നെ ഏത് തിയേറ്ററിലാണ് ഇത് റിലീസ്? എല്ലാ തിയേറ്ററിലും. എന്നാലും ഞാൻ സാറിന്റെ ഭയങ്കര ആരാധകനാണ്. Thank you, thank you. സാറിന് എവിടെ വെച്ച് കണ്ടാലും അപ്പൊ തന്നെ ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ളത് എന്റെ ആഗ്രഹം. ശരി, എന്റെ ആരാധകനായ ബാബുവിന്റെ ആഗ്രഹം നടക്കട്ടെ. ഞാനൊന്ന് റെഡി ആയിക്കോട്ടെ ബാബു? റെഡി ആയിക്കോ. ഓക്കെ, റെഡി. ആ ഫ്രണ്ടിലെ മുടിയൊന്ന് വലിച്ചിട്ടെ. മതിയോ? കീറിയൊന്ന് വക്രിച്ച് പിടിച്ചേ. പിടിച്ചോ, പിടിക്കേ. സെന്ററിൽ വെക്കാ മതി. ഓക്കെ. അപ്പൊ ബാബു എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലേ? ബാബു ഫ്രം കൊച്ചി. ബാബു ഫ്രം കൊച്ചിൻ. കൊച്ചി എന്ന് കേൾക്കുമ്പോ ബാബു എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു പഴഞ്ചൊല്ല. ചൊല്ലിക്കോ. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട. അപ്പൊ കൊയിലാണ്ടി കണ്ടവൻ. കൊയിലാണ്ടി കണ്ടവൻ. ബാബു ഫ്രം കൊച്ചി. ബാബു ഫ്രം കൊച്ചി. ബാബുവിന്റെ ഭാര്യ നന്നായി ചിത്രം വരയ്ക്കും. അയ്യോ, അവള് വരക്കോ മാത്രമല്ല, വരച്ച വരല്ല എന്നെ പിടിച്ച് നിർത്തുകയും ചെയ്യും. ഭാര്യമാരായാലും എങ്ങനെ വേണം? ബാബുവിന്റെ അമ്മ അമ്മയും കുറച്ചൊക്കെ ദൈവട്ടാ. അമ്മയുടെ കാല് തൊട്ട് തൊഴുതട്ടെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും. ഇപ്പോഴത്തെ മക്കൾ കണ്ടുപഠിക്കണം ബാബുവിന്റെ മാതൃ സ്നേഹം. എന്നിട്ട് ആ സ്നേഹമയായി അമ്മ ഈ ഫ്ലോറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇല്ല, അമ്മ പാടില്ലാണ്ട് കിടക്കുക. അയ്യോ, എന്ത് പറ്റി? കഴിഞ്ഞ ദിവസം സാമ്പാർ വെച്ചിട്ട് ഉപ്പ് കൂടി പോയി പറഞ്ഞേ കാലമടത്തിൽ ഒറ്റ അടിയാൻ കൊടുത്താ ബെൽറ്റ് ഇട്ടേക്കുവാ. നല്ല മാതൃ സ്നേഹം. യാ. ബാബുവിന്റെ അച്ഛൻ? കുഴപ്പമോ ചോദ്യം. അച്ഛന്റെ പേര് പറഞ്ഞാൽ മതി. അത് തന്നെയാണ്. ദിവാകരൻ ചേട്ടനല്ല, ഭാസ്കരൻ ചേട്ടൻ വഴി വന്നിട്ടില്ല, ഗോപാലൻ ചേട്ടനല്ല. ലൈഫ് ലൈൻ. അച്ഛന്റെ പേര് ലൈഫ് ലൈനോ? എന്റെ അച്ഛന്റെ പേര് പറഞ്ഞ ലൈഫ് ലൈൻ വേണം. എന്തായാലും നമുക്ക് ഷോ ആരംഭിക്കാം. എന്റെ ചോദ്യങ്ങൾ നേരിടാൻ ബാബു തയ്യാറാണ്? എങ്കിൽ എന്റെ 5 ലക്ഷം രൂപയ്ക്കുള്ള ചോദ്യം ഇതാ. ഓക്കെ. ചിറ്റത്തെ പദം മലയാള സിനിമയിൽ ആദ്യമായി ഉപയോഗിച്ച മഹാനടൻ ആരാണ്? വാട്ട് ഈസ് ദ ചിറ്റത്തെ പദ ഇൻ മലയാള സിനിമ ഉപയോഗ? ഹൂ ദ ആക്ടർ ഹൂ? ഇതെന്താണ്? ഇംഗ്ലീഷ് കഷ്ടപ്പെട്ട് പഠിച്ചതാ. ആണോ? ഞാൻ ഓപ്ഷൻസ് തരാം. ഗുരുജി പ്ലീസ് ഓപ്ഷൻ. ഓക്കെ. അതാരത്? എന്റെ അമ്മാവനാ ഗുരുജി. പുള്ളി കടിക്കുവാ? ഇല്ല. കടിച്ച പൊക്കിലോട്ട് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. ഇല്ല, ധൈര്യമായിരുന്നു. അപ്പൊ ഗുരുജി തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതാണ്. പറഞ്ഞോ. എ ഭരത് ഗോപി, ബി സുരേഷ് ഗോപി, സി ചില്ലി ഗോപി. ഇതിലേത് ഗോപിയാണ് ചിറ്റത്തെ പദം മലയാള സിനിമയിൽ ആദ്യമായി ഉപയോഗിച്ചത്? ഇതെല്ലാ ഗോപിയും കൂടി ഇടിയപ്പം കിടക്കുന്ന പോലെ കിടക്കാനും പറയാൻ പറ്റില്ല. അപ്പൊ ഫൈല, വൈലേ? ഐല, ലൈലേ? ലൈല, ലൈലേ? വൈറ്റില. വൈറ്റിൽ? ഇച്ചിരി മുമ്പ് പറഞ്ഞ സാധനം ലൈഫ് ലൈൻ. അത് തന്നെ. ഏത് ലൈഫ് ലൈനാണ് വേണ്ടത്? ഫോൺ ഫ്രണ്ട്. ഫോണെ ഫ്രണ്ട് ആയിട്ട് ബാബുവിടെ ഒരു മമ്മൂഞ്ഞ ഫ്രം മട്ടാഞ്ചേരി വിളിച്ചാൽ കിട്ടുമോ? കിട്ടും. എന്റെ ചങ്ങാട് വിളിച്ചു. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹലോ ഹലോ, മമ്മൂഞ്ഞല്ലേ? അതെ മമ്മൂഞ്ഞാണ്. മമ്മൂഞ്ഞൻ, ഞാൻ സുരേഷ് ഗോപി. അതിലെന്താ ഞാൻ തലയെ കുത്തി നിൽക്കണം? കൂട്ടുകാരൻ ദേഷ്യത്തില്ല, ചോദിച്ചു. എടാ മമ്മൂഞ്ഞത് ഞാനാ. ബാബു മറ്റേ സുരച്ചേട്ടനുള്ള കളിക്ക് വേണ്ടി വന്നാ തിരക്കാ. ഞാൻ ബിവറേജിന്റെ വകുന്ന വേണ്ടി ഒരു തിരക്കുണ്ടായില്ല. എടാ ഞാൻ കളി കഴിഞ്ഞ ഒരു 10 രൂപ വൈകുവേ ഒരു കുറഞ്ഞ പൈൻ്റെ എനിക്ക് മേടിച്ചോട്ടാ. ഓക്കെടാ. അല്ല, ചോദ്യം ചോദിച്ചില്ല. മമ്മൂഞ്ഞ് വെക്കല്ല ചോദ്യം ചോദിക്കാൻ. എന്താണ്? ചിറ്റത്തെ പദം മലയാള സിനിമയിൽ ആദ്യമായി ഉപയോഗിച്ച മഹാനടൻ ആരാണ്? സൂപ്പർ സച്ചിൻ അമ്മയുടെ അപ്പോൾ നമുക്ക് വിളിക്കരുത്. എന്താണ്? ചിറ്റത്തെ പദം മലയാള സിനിമയിൽ ആദ്യമായി ഉപയോഗിച്ച മഹാനടൻ ആരാണ്? ചിക്കൻ കറി ഉപ്പുണ്ട. ചിക്കൻ കറി ഉപ്പല്ല. സാറ് പറ. ചിറ്റത്തെ പദം മലയാള സിനിമയിൽ ആദ്യമായി ഉപയോഗിച്ച മഹാനടൻ ആരാണ്? എ ഭരത് ഗോപി, ബി സുരേഷ് ഗോപി, സി ചില്ലി ഗോപി. ഓക്കെടാ. ഓക്കെ ഓക്കെ ഓക്കെ. ഏത് ലോക്ക് ചെയ്യാൻ പറഞ്ഞു കൂട്ടുകാരൻ മമ്മൂഞ്ഞ്? അല്ലു അർജുൻ. അല്ലു അർജുൻ ഓപ്ഷനിൽ ഇല്ല. ഓപ്ഷൻ ഉള്ളതൊക്കെ വള്ളം കളിക്കാരാണ് പറഞ്ഞത്. പുല്ലേ, മലയാള സിനിമയിൽ ചിറ്റത്തെ പദം ആദ്യമായി ഉപയോഗിച്ചത് ഈ സുരേഷ് ഗോപി. ലോക്ക് ചെയ്യാം. പ്ലീസ് ലോക്ക് ബി സുരേഷ് ഗോപി. ഗുരുജി പറയുന്നു ബാബു പറഞ്ഞ ഉത്തരം ശരിയാണ്. 5 ലക്ഷം രൂപ ബാബുവിന് സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അടുത്തത് 10 ലക്ഷം രൂപയ്ക്കുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിലേക്ക് കടക്കും മുമ്പ് നമുക്കൊരു ചെറിയ ബ്രേക്ക് പോകാം. പിന്നെ ഓക്കെ. എങ്ങോട്ടാ ഓടി അങ്ങ് പോകുന്നത്? അല്ല സാറ് പോയിട്ട് ഞാൻ ഒറ്റ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതൊക്കെ ഒരു ബ്രേക്കിന്റെ ശൈലിയായിരുന്നു. ശൈലിയായിരുന്നാ?
ബയോഡാറ്റയിൽ ഞാൻ കണ്ടിരുന്നു. എന്താണ്? ബാബു അറിവിന്റെ ഉറവിടമാണ്. അറിവിന്റെ ഉറിയങ്കലോണിയാണ്. അങ്ങനെയാണെങ്കിൽ ബാബു ലോകത്തിൽ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട വർഗം ഏതാണ്? ആഫ്രിക്കൻസ്, നീഗ്രോസ്, ഫിലിപ്പീൻസ്? ഇത് മൂന്നുമല്ല. ലോകത്തിൽ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട വർഗം പൊറോട്ട. ഇത്ര അടിച്ചമർത്തപ്പെട്ട വർഗത്തിന് കണ്ടല്ല, അടിച്ചിട്ട് അമർത്തുന്നത് അത് കഴിഞ്ഞ് ചൂടോടുകൂടി പൊക്കിട്ട് പിന്നെ അടിക്കും. പൊറോട്ടയുടെ അമ്മയുടെ സഹിക്കല്ലേ? ഞാനും സഹിക്കില്ല. നമുക്ക് ആ 10 ലക്ഷം രൂപയ്ക്കുള്ള ചോദ്യത്തിലേക്ക് കടക്കാം. എന്റെ ചോദ്യങ്ങളെ നേരിടാൻ ബാബു തയ്യാറാണ്. എന്തൊക്കെ ഒരു ചോദ്യം മതി, നിന്റെയൊക്കെ ജീവിതം മാറി മറിയാൻ. എന്നാ ഒന്ന് ചോദിച്ചു നോക്ക്. സുരേഷ് തിരിഞ്ഞു നോക്കി മുറ്റത്തൊരു ഡാഷ്. ഞാൻ ഓപ്ഷൻസ് തരാം. ഗുരുജി പ്ലീസ് വീണ്ടും ഓപ്ഷൻസ്. എന്താ ഇവിടെ യുദ്ധമാണോ? അതിന്റെ ഒരു കുഞ്ഞിനെ തരൂ. എന്തിനാ? കൂട്ടിലിട്ട് വളർത്താനാ? ഇല്ല, വേണ്ട, ചിലപ്പോ ഇണങ്ങൂല. ഇതിനെ പ്രസവിച്ചതാണോ അതോ മുട്ട വെച്ച് വിരിയിച്ചാണോ? കൃഷിഭവനിൽ നിന്ന് വാങ്ങിയതാ. അപ്പോ ഗുരുജി തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതാണ്. എ മൈന, ബി സൈന, സി സീന. ചോദ്യം എന്താ പറഞ്ഞേ? സുരേഷ് തിരിഞ്ഞു നോക്കി മുറ്റത്ത്. സുരേഷാണ്, സുനി അല്ലല്ലേ? സുനിയല്ല. സുനി തിരിഞ്ഞു നോക്കൂലെന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? അവന്റെ അച്ഛനും അമ്മേനെ തിരിഞ്ഞു നോക്കണം. സാർ ചോദ്യം പറഞ്ഞേ. സുരേഷ് തിരിഞ്ഞു നോക്കി മുറ്റത്തൊരു ഡാഷ്. സുരേഷ് വീട്ടിൽ കയറുമ്പോഴാണോ നോക്കിയത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണോ നോക്കിയത്? ഇതൊക്കെ ആയിട്ട് യാതൊരു ബന്ധം. സാർ ചോദ്യം പറ. സുരേഷ് തിരിഞ്ഞു നോക്കി മുറ്റത്തൊരു ഡാഷ്. അത് വീടിന്റെ ഫ്രണ്ട് വശത്താണോ അതോ ബാക്കിലാണോ? അതും ഇതൊക്കെ ആയിട്ട് യാതൊരു ബന്ധമില്ലെന്ന്. സാർ ചോദ്യം പറഞ്ഞേ. സുരേഷ് തിരിഞ്ഞു നോക്കി മുറ്റത്തൊരു മൈന. മൈന നോക്കിയതോ? മൈനന്ന് പറഞ്ഞു പോലെ. ഗുരുജി പറയുന്നു ബാബു പറഞ്ഞ ഉത്തരം ശരിയാണ്. അങ്ങനെ എന്നെ പറ്റിച്ചുകൊണ്ട് ബാബു വീണ്ടും 10 ലക്ഷം രൂപ കൂടി കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇപ്പൊ മൊത്തം 15 ലക്ഷം രൂപയായി. അടുത്തത് 50 ലക്ഷം രൂപയ്ക്കുള്ള ചോദ്യമാണ്. ആയിക്കോട്ടെ, സൂക്ഷിച്ച് കളിക്കുക. നഷ്ടപ്പെട്ടാൽ കിട്ടിയ 15 ലക്ഷവും പോവും. ബാബു ഈ ഷോയിൽ നിന്ന് ഔട്ടാവും. ഈ 15 പോവോ? യെസ്. കിട്ടിയാൽ 50 ലക്ഷം രൂപ. മുന്നോട്ട് പോകാം. ആ ചോദ്യത്തിലേക്ക് കടക്കും മുമ്പ് ബയോഡാറ്റയിൽ ഞാൻ മറ്റൊരു കാര്യം കണ്ടിരുന്നു. എന്താണ്? ബാബു സ്പോർട്സ് എല്ലാം അരച്ച് കലക്കി കുടിച്ച ഒരാളാണ്. അരച്ച് കലക്കി ചമ്മന്തും കൂട്ടി കുടിച്ചേക്കാണ് ഞാൻ. എങ്കിൽ ക്രിക്കറ്റിനെ കുറിച്ച് എങ്ങനെ? അയ്യോ, നേരം വെളുത്ത വീട്ടിൽ നിന്ന് ഇറങ്ങിയ വൈകുന്നേരം വീട്ടിൽ കയറുമല്ലോ, പണിക്കും പോകൂല. ആണോ? ആ. എങ്കിൽ IPL കുറിച്ച് എന്താണ് ബാബുവിന്റെ അഭിപ്രായം? IPL കുറിച്ച് എന്താണ് ബാബുവിന്റെ അഭിപ്രായം? ചെറിയൊരു കുത്തലുണ്ടെന്നുള്ളൂ, സ്പ്രൈറ്റ് ഒഴിച്ച് അടിച്ചറിയില്ല. IPL വിടാം, ക്രിക്കറ്റ് വിടാം. മദ്യപിക്കാറുണ്ടോ? എന്താന്ന്? സ്മോൾ അടിക്കാറുണ്ടോ? അതിപ്പോ ചോദ്യമാണോ ക്ഷണമാണോ എന്നറിയാതെ എങ്ങനെ പറയണത്? ചോദ്യമാണെങ്കിൽ അടിക്കത്തില്ല. ബാബു 80 ലക്ഷത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോ ബാബുവിന് എന്താണ് തോന്നുന്നത്? സാർ, ഈ കാര്യം എന്റെ അമ്മയെ വിളിച്ച് പറയണം. ഈ 36ാമത്തെ വയസ്സിൽ എന്നെ പണി കൂടാതെ എന്റെ അമ്മ കരക്കാരെ വേണ്ടി തുണി അലക്കാനും അടുക്കള പണിക്കൊക്കെ പോയിട്ട് എന്നെ വളർത്തുന്നത്. അപ്പൊ ഈ സന്തോഷ വാർത്ത എന്റെ അമ്മയെ ആദ്യം പെട്ടെന്ന് വിളിച്ചു പറ, മകനിങ്ങനെ 50 ലക്ഷത്തിന് തൊട്ടടുത്ത് നിൽക്കുകയാണോ? ഹലോ അമ്മയിൽ ഞാനാ ബാബുവാ. ഞാൻ എന്റെ സുരക്ഷേട്ടായിട്ടുള്ള കളിക്ക് വന്നിട്ടേ എനിക്ക് 15 ലക്ഷം കിട്ടി. അടുത്ത ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ 50 കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ അമ്മ ആരുടെ വേണ്ടി തുണി അലക്കാനും പാത്രം കഴുകാനും അടുക്കള പണിക്കൊന്നും പോകണ്ടട്ടാ. ഞാൻ വലിയൊരു വീട് വെക്കണ്ട, അവിടെ പണിക്കുക. വീണ്ടും ബാബു മാതൃസ്നേഹം തെളിച്ചു കഴിഞ്ഞാൽ ബാബു ഈ 50 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആ പണം കൊണ്ട് ബാബു എന്ത് ചെയ്യും? പുണ്യകർമ്മം ചെയ്യും. പുണ്യകർമ്മം മീൻസ് ഈ 50 ലക്ഷം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഒരു 10 രൂപ വണ്ടി കച്ചെടുത്ത് ബാക്കി ഏതെങ്കിലും പാവപ്പെട്ടവന് കൊടുക്കും. അത്രയ്ക്ക് ദാനശീലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പറയാനല്ല, കിട്ടിക്കഴിഞ്ഞാൽ 10 രൂപ വണ്ടി കച്ചെടുത്ത് ബാക്കി ഏതെങ്കിലും പാവപ്പെട്ടവന് കൊടുക്കും. ഉറപ്പ്? വാക്ക് മാറ്റില്ല. ഇല്ല. എങ്കിൽ ധൈര്യമായിട്ട് കടന്നു വരാം ഈ ഫ്ലോറിലേക്ക്. ഭാഗ്യശാലി ഒരു പാവപ്പെട്ടവന് വരട്ടെ. സുഹൃത്തെ, ഈ നിൽക്കുന്ന ബാബു പറയുന്നു ഇദ്ദേഹത്തിന് 50 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആ പണം മൊത്തം താങ്കൾക്ക് തരുമെന്ന്. പറയാനല്ല, 50 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ പോകുന്ന 10 രൂപ വണ്ടി കാശെടുക്കും, ബാക്കി മൊത്തം തനിക്ക് തന്നേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ 50 ലക്ഷം രൂപയ്ക്കുള്ള ചോദ്യത്തിലേക്ക് കടക്കാം. സൂക്ഷിച്ച് കളിക്കാം. അണ്ണന്റെ കയ്യിൽ നിന്ന് ലത് പോയത് കൊണ്ടാണ് അണ്ണൻ എന്തോ പോയ കണക്ക് നിൽക്കുന്നത്. അണ്ണന്റെ കയ്യിൽ നിന്ന് പോയാൽ അത് ഏത്? വിജയ് സാർ, വാട്ട് ഇസ് ദ പോകൽ? യെസ്. രണ്ടാം ക്ലാസ് കുട്ടിരിക്കാൻ ഉത്തരവല്ലേ? ഉത്തരം പറയട്ടെ. നോ, ഞാൻ ഓപ്ഷൻസ് തരാം. അതിന്റെ ആവശ്യമില്ല. ഗുരുജി പ്ലീസ് വീണ്ടും ഓപ്ഷൻസ്. ഒരാൾ വരും. ഞാൻ 2 പ്രാവശ്യം മേടിച്ചതാ. ഉത്തരം പറയട്ടെ. ഗുരുജി ഓപ്ഷൻ തന്നു കഴിഞ്ഞു. ഗുരുജി തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതാണ്: എ മാങ്ങാണ്ടി, ബി തേങ്ങാണ്ടി, സി മുനിയാണ്ടി. മുനിയാണ്ടി ലോക്ക് ചെയ്യും. മുനിയാണ്ടി ലോക്ക് ചെയ്ത് ഒറ്റ മിനിറ്റ്. എന്തായി കാണിക്കുന്നത്? അവൻ 50 ലക്ഷത്തിന് ഓണർ, അവൻ ഷെയർ വാലിട്ടവൻ.
ഉദ്ധരിക്കരുത്. അത് ശരി, കാശ് കൊണ്ടോ സഞ്ചിക്കേട്ടല്ല വന്നേക്കുന്നത്. സി മുനിയാണ്ടി, മുനിയാണ്ടി ലോക്ക് ചെയ്യാം. മുനിയാണ്ടി ലോക്ക് ചെയ്യാം. സി മുനിയാണ്ടി, യാതൊരുവിധ സംശയങ്ങളുമില്ല. ഒരു സംശയമില്ല. സി മുനിയാണ്ടി, ലൈഫ് ലൈൻ രണ്ടെണ്ണം ബാക്കി നിൽപ്പുണ്ട്. ആ സാർ വീട്ടിൽ കൊണ്ട് അച്ചാറിട്ടു. സി മുനിയാണ്ടി, മുനിയാണ്ടി ഉറപ്പിക്കാം. ഞാൻ ഉറപ്പിച്ചു. ലോക്ക് ചെയ്തു. തുള്ളി കളിച്ചു. അത്രയ്ക്ക് ആത്മവിശ്വാസമാണ് ബാബു. പിന്നെ ഗുരുജി പറയുന്നു, ബാബു പറഞ്ഞ ഉത്തരം എന്താ കാശ് കൊണ്ട് കുറിച്ചോളട്ടെ. 50 ലക്ഷം ചാടിക്കളി, തുള്ളിക്കളി. തെറ്റാണ്. സൂക്ഷിച്ച് കളിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അല്ലേ ചാടിക്കയറി ഞങ്ങൾ ലോക്ക് ചെയ്തു. എന്നിട്ട് പോയി എന്തോ പോയി രണ്ടാം കണക്ക് ഇങ്ങനെ നിൽക്കുക. ഒന്നോ കളിക്കാൻ പറ്റില്ല. ഇല്ല, ബാബു ഷോയിൽ നിന്ന് ഔട്ടായിരിക്കാണ്. കിട്ടിയ 15 ലക്ഷവും പോയി. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാം. ആ പാവപ്പെട്ടവന്റെ ഉടുതുണി വരെ ഊരി എറിഞ്ഞു. ഇനി അവരോട് സമാധാനം പറയും. അങ്ങനെ ബാബു ഇനി ഷോയിൽ നിന്ന് ഔട്ടായിക്കൊണ്ട് ഇന്നത്തെ ഷോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ പുതിയൊരു തളവുമായി കാണുമ്പോൾ ശുഭരാത്രി, ശുഭ നിദ്ര. ഭാഗ്യത്തിന് അവന്റെ നിക്കറിന്റെ വള്ളിയിൽ പിടിച്ച് വലിക്കാൻ വന്നേ. എല്ലാം എന്റെ തെറ്റുകൊണ്ട് സംഭവിച്ച ഒരു കാര്യം ചോദിച്ചു, ഒന്നും വിചാരിക്കരുത്. ഒരു 10 രൂപ തരും. വീട്ടിൽ പോയി വണ്ടിക്കാച്ചില്ല എന്നിട്ടാ ആ പോയി വന്നു. വണ്ടിയിലേ വാരണാസി കോട്ട താണ്ടി വണ്ടിയിലേ വണ്ടിയിലേ വാരണാസി കോട്ട താണ്ടി വണ്ടിയിലേ റെയിൽ വണ്ടിയിലേ
continues. Music continues. Music continues. Music continues. கண்ணா பண்ணிங்க தான் கூட்டமா வரும். சிங்களா தான் வரும். இன்னொரு தடவை இந்த பக்கம் நான் உன்னை பார்த்த இடத்துலயே குழி தோண்டி புதைச்சிடுவேன். நான் ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி. ഇത് ഒരു സാങ്കല്പിക കഥയാണ്. ഈ കഥയിലെ കഥയും ഭർത്താക്കന്മാരും തികച്ചും സാങ്കല്പികമാണ്. ഇതിലെ ഭർത്താക്കന്മാർക്ക് നിങ്ങളുടെ നാട്ടിലെ ഭർത്താക്കന്മാരുമായി സാമ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ ഭാര്യമാരുടെ കൈനിരിപ്പ് കൊണ്ട് മാത്രമാണ്. തൊണ്ണൂറുകാരിയെ 30 പീഡിപ്പിച്ചു. പീഡനം പീഡനം പീഡനം. രാവിലെ എഴുന്നേറ്റ് പത്രം തുറന്നു നോക്കാൻ പേടിയാ. പത്രത്തിൽ നിങ്ങളുടെ പേരുണ്ടാവുന്നുള്ള പേടിയല്ലേ? ചായ ഇത്ര പെട്ടെന്ന് ചായ റെഡിയായോ? മിടുക്കി. ഇതെന്താടി? ഇത് ഗ്ലാസ്, തേയില, പഞ്ചസാര, വെള്ളം. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇനി ചായ ഇങ്ങനെയാ. ഗ്യാസ് ഇല്ലേ? ഗ്യാസ് ഇല്ല ഗ്യാസ് ഇല്ലാന്ന് നിങ്ങളോട് എത്ര ദിവസമായിട്ട് പറയുന്നു. ഇനി ചായ കുടിക്കണമെങ്കിലേ എവിടെങ്കിലും പോയി ഗ്യാസ് എടുത്തല്ലോ മനുഷ്യ. കടുപ്പത്തിൽ ഒരു ചായ ചോദിച്ചപ്പോ ഇത്രയും കടുപ്പം ഞാൻ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു. ഈ വീട്ടില് 4 കുറ്റി ഗ്യാസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ നിങ്ങൾ എന്നെ പ്രേമിച്ച് കെട്ടിയത്. പ്രേമിച്ച് കെട്ടിയെന്നാ? അങ്ങനെയല്ല നിങ്ങൾ എല്ലാവരോടും പറയണത്, പ്രേമിച്ച് കെട്ടിയെന്ന്. എടി, നീ 5-6 പേരെ പ്രേമിച്ച് നടന്നപ്പം നിന്റെ അച്ഛൻ നിന്നെ എന്റെ തലയിൽ കെട്ടിവെച്ച് തന്നു. അതാണ് പ്രേമിച്ച് കെട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താ നിങ്ങൾക്ക് വാരിക്കോരി സ്ത്രീധനം തന്നില്ലേ? ഒരു അപകടം ഉണ്ടാകുമ്പോ ഇൻഷുറൻസ് കൊടുക്കുന്നത് നാട്ടു നടപ്പാണ്. ഒരു പണിയില്ലാത്ത നിങ്ങൾക്ക് എന്നെ കെട്ടിച്ചേർന്നല്ലേ? ആര് പറഞ്ഞിട്ട് എനിക്ക് പണിയില്ലാതെ? കവിത എഴുതുന്നത് ഒരു പണിയല്ലേ? ഗ്യാസ് കിട്ടാതെ അലയുന്ന നമ്മുടെ വീട്ടമ്മമാർക്ക് വേണ്ടി ഞാൻ എഴുതിയ നാറാണത്തി ഗ്യാസ് എന്ന കവിത നീ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതേ പിടിച്ചോ. ആസാമിലുള്ളൊരു ജോസിന് എന്ത് കഴിച്ചാലും ഗ്യാസ്, ജ്യൂസ് കുടിച്ചാലും ഗ്യാസ്, ചിക്കൻ പീസ് കഴിച്ചാലും ഗ്യാസ്. ഇന്നത്തെ ഗ്യാസ് എന്തൊരു ബാസ്. ഈ കവിത ഇന്ന് രാവിലെ ഞാൻ കവലയിൽ നിന്ന് പാടിയപ്പോൾ അവിടെ കൂടി നിന്ന് എന്നെ കൊണ്ട് ഒരു രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യിച്ചടി. അറിയോ നിനക്ക്? അതെന്റെ ഗ്യാസിന് വില അല്ല, എന്റെ കവിതയ്ക്ക് വിലയില്ലെന്നിട്ടാ പറയടി. ചേച്ചി നീ തേങ്ങച്ചോളം തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഇവിടെ കണ്ടപ്പോ നിന്റെ വായിന്ന് ഒലിക്കുന്നല്ലോ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ചേച്ചി ബബിൾ മാറ്റിയിടാൻ പറഞ്ഞിട്ട്. ബബിളാ? ഞാൻ അവനെ ബൾബ് മാറ്റിയിടാൻ വിളിച്ചത്. ബൾബോ? നിങ്ങളതൊന്നും ചെയ്യില്ലല്ലോ. ഇവിടെ എന്നെ കൊണ്ട് പറ്റാത്തൊന്നും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കണ്ട. എന്തിനാണാ നിൽക്കുന്നത്? ഇറങ്ങി പോടാ. ചേട്ടാ ഇത് കണ്ട എന്താ? സായന്ന പത്രത്തിൽ ചേട്ടന്റെ ഫോട്ടോ. എന്റെ ഫോട്ടോയോ? ചേട്ടൻ ഇന്ന് രാവിലെ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തോ?
ചെയ്തു? അതിന്റെ ഫോട്ടോ അതേ സാധാരണ പത്രത്തില്. നോക്കട്ടെ, കാണിച്ചേ. കാരണി, നിനക്ക് എന്നെ ഒരു വിലയില്ലായിരുന്നല്ലോ, എന്റെ കവിത ഒരു വിലയില്ലായിരുന്നല്ലോ. ഇപ്പൊ എന്റെ പടം പത്രത്തിൽ അടിച്ചു വന്നത്. നീ എന്റെ പുന്നാര ചക്കര കൂട്ടനാണ്. വായിച്ചു കൊടുക്കും ചേച്ചി, ഒന്ന് വായിച്ചു കൊടുക്കണം. വൈശാലിപുരത്ത് ഇന്ന് രാവിലെ നടന്ന രക്തദാന ക്യാമ്പ്. ആ വഴി പോയ കണ്ണീ ചോരയില്ലാത്ത ഏതോ ഒരു ഭ്രാന്തനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചു. മോനെങ്ങി വന്നടാ. ഏട്ടാ ഞാനില്ലാത്ത സമയത്ത് ഇവിടെ കയറി ബൾബ് മാറ്റി ഇടുന്നതും പോരാ, ഇപ്പൊ എന്റെ ഫ്യൂസ് വരാൻ നോക്കുന്നു. ഇറങ്ങി പോടാ. സാരമില്ല, പോട്ടേട്ടാ. കേട്ട് വിഷമിക്കണ്ട. ഇനി ആര് ഉദ്ഘാടനത്തിന് വിളിച്ചാലും തീർത്തങ്ങ് പറഞ്ഞേക്ക് വരില്ലാന്ന്. പിന്നെ ഇന്നലെ രാത്രി ഉറക്കത്തിൽ കിടന്ന് നിങ്ങൾ ഒരുപാട് കരയുന്നുണ്ടായിരുന്നല്ലോ, എന്താ പറ്റിയേ? ഞാനൊരു സ്വപ്നം കണ്ടിനി, നിന്റെ സംസാര ശേഷി നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പൊ എന്നോട് ഇഷ്ടമുണ്ടല്ലേ, അതുകൊണ്ടല്ലേ കരഞ്ഞത്? അതുകൊണ്ടല്ല, കണ്ടതൊരു സ്വപ്നമാണല്ലോ എന്നോർത്ത് കരഞ്ഞു പോയതാ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഗ്യാസും കൊണ്ടല്ലാതെ ഈ വീട്ടിനകത്തോട്ട് കയറിയാ നിങ്ങളുടെ 2 കാല് ഞാൻ വെട്ടിക്കളയും. അയ്യോ, കാല് വെട്ടിക്കളഞ്ഞപ്പോ എനിക്ക് കവിത എഴുതാൻ പറ്റൂല. കാലോണ്ടാണ് മനുഷ്യ നിങ്ങൾ കവിത എഴുതുന്നത്? അതല്ലടി, എന്റെ കവിത വെച്ച് ആരെങ്കിലും തല്ലാൻ വരുമ്പോ എനിക്ക് ഓടണ്ടേ, അതിന് കാല് വേണ്ടേ? നിങ്ങൾ ഓടിയാലും ശരി, ചാടിയാലും ശരി, ഇനി ഗ്യാസ് കുറ്റി കൊണ്ടല്ലാതെ ഈ പേരക്കകത്തോട്ട് കയറി പോകരുത്. എടി, ഞാനൊന്ന് പറയട്ടെ? വേണ്ട, നിങ്ങളൊന്നും പറയണ്ട. എടി, എന്താണ് ചേട്ടാ രാവിലെ തുടങ്ങിയ ബഹളം? എന്താ കാര്യം പറ. ഒന്നുമില്ലടാ ചേട്ടാ, പരിഹാരം ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടോ? എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ പരിഹരിച്ചു തരാം, പറ. എടാ, ഇത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല, എല്ലാ വീട്ടിലുള്ള പ്രശ്നമാണ്. എല്ലാ വീട്ടിലും ഉള്ള പ്രശ്നമാണെങ്കിൽ എന്നോട് പറഞ്ഞൂടെ? കാരണം ഗ്യാസാ ഇനി വയ്യ സഹിക്കാൻ. കാരണം ഗ്യാസാ ഇനി വയ്യ സഹിക്കാൻ. ഗ്യാസു കിട്ടാതെ ഞാൻ അലഞ്ഞു. കുക്കിംഗ് ഗ്യാസു കിട്ടാതെ ഞാൻ അലഞ്ഞു. നിറകുറ്റി ഗ്യാസൊന്നു തരണേ. അയ്യോ, കാരണം ഗ്യാസാ ഇനി വയ്യ സഹിക്കാൻ. കാരണം ഗ്യാസാ ഇനി വയ്യ സഹിക്കാൻ. അപ്പൊ ഇതാണോ ചേട്ടന്റെ പ്രശ്നം? ജോസൂട്ടി വിചാരിച്ച എനിക്കൊരു ഗ്യാസ് ഊറ്റി തരാൻ പറ്റുമോ? എന്റെ പൊന്നി ചേട്ടാ, സത്യം പറയാലോ, എന്റെ വീട്ടിൽ ഗ്യാസ് തീർന്നു. ഇവിടെ ഉണ്ടെങ്കിൽ ഒരെണ്ണം കൊണ്ടുപോകാന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് ശരി, ഒന്ന് പോയാണെന്ന്. അപ്പൊ നമ്മുടെ 2 പേരുടെ പ്രശ്നം ഗ്യാസ് കുറ്റിയാണ്. അതിനൊരു വഴിയുണ്ട്. നീ കോടീശ്വരൻ കളിക്കാത്ത കാര്യം പറയടാ. ചേട്ടാ, നമ്മുടെ ഗ്യാസ് ഏജൻസി നടത്തുന്ന ദുശാസന കുറിപ്പ് പുറം ലോകം കാണിക്കാതെ ഒരു മകനെ വളർത്തണുണ്ട്. അവനെ വളച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കും. അവനെ എങ്ങനെ വളയ്ക്കും? ചേട്ടാ, വൈശാലി സിനിമയെ പോലെ നമ്മുടെ ചേച്ചി അണിയിച്ചൊരുക്കി അവന്റെ അടുത്തേക്ക് വിടുക. പെണ്ണിന്റെ മണം പോലും അടിക്കാത്ത അവന് ഭ്രാന്ത് കയറാൻ വേറെ വല്ലതും വേണോ? പിന്നെ ചേച്ചി പറഞ്ഞ ഒന്നല്ല 1000 ഗ്യാസ് ഊറ്റി അവൻ ഇവിടെ കൊണ്ട് തരും. പക്ഷെ ചേച്ചി സമ്മതിക്കണം. സമ്മതിക്കോടാ, അവള് സമ്മതിക്കും. ഗ്യാസ് ഊറ്റിയുടെ കാര്യം ആയതുകൊണ്ട് അവള് സമ്മതിക്കോടാ. ഇത് നല്ല ഉഗ്രൻ ഐഡിയ. കാവലമ്മേ, ഗ്യാസ് കൊള്ളണേ. കാത്തു കൊള്ളണേ. വെടിപ്പുരയിലേക്കാണ് ഒരു തീപ്പെട്ടിയെ റെഡിയാക്കി വിടുന്നത്. ചെറുതായിട്ടൊന്ന് മിന്നിച്ചു, പക്ഷെ ആളി കത്തിക്കരുത്. അതെ, വൈശാലി ഗ്യാസ് ഏജൻസിയാണ്. ഗ്യാസ് വന്നല്ലോ 2 പ്രാവശ്യം. ഒന്ന് മുകളിലോട്ടും പോയി, ഒന്ന് താഴോട്ടും പോയി. വെച്ചിട്ട് പോടാ ഫോൺ. നിനക്കൊന്നും തരാനോട് ഗ്യാസ് ഇല്ല. വശ്യശൃംഗ എന്തോ നീ എവിടെയായിരുന്നു? ഞാൻ ആ ഗ്യാസ് കുറ്റിയുടെ പുറത്തിരിപ്പുണ്ടായിരുന്നു. ഇനി മേലാൽ നീ ആ ഗ്യാസ് കുറ്റിയുടെ മുകളിൽ കയറിയിരിക്കരുത്. അതെന്താ? എടാ, മറ്റുള്ളവർ കരുതും നീയാണ് ഗ്യാസ് മൊത്തം നിറക്കണേന്ന്. അല്ല, ഞാൻ തരുന്ന ഗുളികകൾ മുഴുവൻ നീ കഴിക്കാറില്ലേ? പിന്നെ ഞാൻ കഴിക്കാറുണ്ട്. പിന്നെ നീ എന്തിനാ ഗുളികയുടെ സൈഡ് പൊട്ടിച്ച് കളയുന്നത്? അതെ, സൈഡ് എഫക്ട് വരാതിരിക്കാനാ. എടാ, ഞാൻ തരുന്ന ഗുളികകൾ കൃത്യമായി കഴിച്ചാലേ നിനക്ക് ലൗകിക ജീവിതത്തോട് വിരക്തി തോന്നൂ. അപ്പൊ ഈ ലൗകിക ജീവിതത്തോട് ആസക്തി തോന്നാൻ ഏത് ഗുളിക കഴിക്കണം പിതാവേ? വയാഗ്ര. അപ്പൊ നയാഗ്ര അത് വെള്ളച്ചാട്ടം. ഇത് കഴിച്ചാൽ തുള്ളിച്ചാട്ടം. അച്ഛന്റെ ഇരിക്കുന്ന പോലത്തെ സാധനം എനിക്കും വേണം. മൊബൈലോ? നോ, അസംഭവ്യം. എനിക്ക് വേണം. വേണ്ടും
ഉണ്ണി, ഇത് നിന്റെ കൈ കിട്ടിയ നീ പെട്ടെന്ന് വഴിതെറ്റി പോകും മോനെ. പിന്നെ എനിക്ക് ഗ്യാസ് ഏജൻസിക്കാരുടെ മീറ്റിംഗ് ഉണ്ട്, ഞാൻ അതിന് പോവുകയാണ്. ഞാൻ പോയി വരുന്നത് വരെ ഒരു ഗ്യാസ് കുറ്റി പോലും ആർക്കും വിട്ടു കൊടുക്കാതെ നീ കാത്തോളണം. അത് ഞാൻ ഏറ്റെന്ന് ഉറപ്പാണ്. ആന്ന് സത്യം, പോയി വാന്ന്. വശ്യശൃംഗ, ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിന്നെ പുറം ലോകം കാണിക്കാതെ ഞാൻ മാറ്റിയത് എന്തിനാണെന്ന് അറിയാമല്ലോ. എന്റെ കാലശേഷം ആര് വന്ന് ചോദിച്ചാലും ഗ്യാസ് കൊടുക്കാതെ അത് മറിച്ചു വിറ്റ് ഈ ഗ്യാസ് ഏജൻസി നിലനിർത്തി കൊണ്ടുപോകാനാണ്. അതിന് വിരുദ്ധമായി നീ എന്ന് പ്രവർത്തിക്കുന്നുവോ അന്ന് നിന്റെ ഗ്യാസ് പോകുന്നതായിരിക്കും. ഈ പണ്ടാരപ്പടയെ കൊണ്ട് തോറ്റല്ല, ഒന്ന് പോയിട്ട് വാച്ചാ. ഈ അച്ഛൻ പുറത്തു പോയി വരുമ്പോൾ എന്റെ ഉണ്ണിക്ക് എന്തെങ്കിലും ഒരു ഹാൻസ് അല്ലെങ്കിൽ ഒരു പാൻപരാഗ്. ഉണ്ണി ഇന്ന് തായം കളിക്കാതെ ഒന്ന് പോയിട്ട് വാച്ചാ. അതെന്താ ഒരു ശബ്ദം? ഇനി കുയിലാണോ? കുയിലല്ല, നീ പിന്നെ പാത്തത്താറാവായിരിക്കോ? പാത്തത്താറാവല്ല, നീ ചന്തുകുലിക്ക് പക്ഷിയായിരിക്കോ? അതുപോലില്ല. ഇതെന്താ പിന്നെ? ആരാണ് നീ? ഞാൻ സിൻഡ്രല്ല. എന്നാന്ന്? സിലിണ്ടർ ഇല്ലെന്നാ? ഇവിടെ ഇഷ്ടംപോലെ സിലിണ്ടർ ഉണ്ട്. അതല്ല, എന്റെ പേരാ പറഞ്ഞത്, സിൻഡ്രല്ല. കൊള്ളാം, നൈസ് ലൈൻ, നല്ല പേര്. എന്റെ പേരെന്താന്ന് കുട്ടിക്കറിയാമോ? അറിയാം, വശ്യശൃംഖലല്ലേ? അല്ല, അതെന്റെ കൂതറ പിടിച്ച തന്നിട്ടേക്കണ പേരാ. ഞാൻ എനിക്ക് ചേക്കണ പേര് ദിൽജു. അയ്യോ, അങ്ങനെ ചിരിക്കല്ലേ. അയ്യോ, ഇങ്ങനെ കിടന്ന് തുള്ളി കളിച്ച് ചിരിക്കാതെ സിലിണ്ടർ ആരാണെന്നൊന്ന് പറ. ഞാനേ ഫീമെയിലാ. എന്ന് വെച്ചാ മനുഷ്യരിൽ 2 വർഗങ്ങളുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും. ഞാൻ ഈ ആൺകുട്ടികളെയും കണ്ടിട്ടില്ല, പെൺകുട്ടികളെയും കണ്ടിട്ടില്ല. ആകെ കണ്ടേക്കണത് ഗ്യാസ് കുറ്റികളെയാ. ഇങ്ങനെ ഒരു കോലത്തിന് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. എന്തായാലും കൊള്ളാം. ഇന്ന് വന്നേ. ഇത് ഞങ്ങളുടെ ആദ്യത്തെ മര്യാദയാണ്. എന്റെ ഭഗവാനെ, ആദ്യത്തെ മര്യാദ ഇതാണെങ്കിൽ അവസാനമാകുമ്പോ ഒരു മര്യാദ ഉണ്ടാവില്ല. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ചേട്ടന. അയ്യോ, ചേട്ടനല്ല. എന്നാ ചേട്ടത്തി? ചേട്ടത്തിയേ അല്ല. പിന്നെ യു കോൾ മീ സിൻഡ്രല്ല. ഓ, കോളനി സിൻഡ്രല്ല. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടായി. എന്നെ അയ്യോ, അങ്ങനെ ചിരിക്കല്ലേ. അതെ, കുട്ടിയുടെ സർവീസിങ് കഴിഞ്ഞാണ്. എന്ത്? കല്യാണം കഴിഞ്ഞാണെന്ന്. ആണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുട്ടിയുടെ വാറന്റി പീരീഡ് കഴിഞ്ഞാണോ? അതെന്താ? ഓ, കുട്ടികളുണ്ടോ, പ്രസവിച്ചതാണോ എന്ന്? അല്ല. ഗ്യാസ് ലീക്ക് ഉണ്ടാവാറുണ്ടോ? അല്ല, ഭർത്താവായിട്ട് വഴക്കിടാറുണ്ടോ? അത് പതിവല്ലേ. ഗ്യാസിന്റെ കാര്യം പറഞ്ഞ് ദിവസം വഴക്കാം. എന്തായാലും എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഗ്യാസ് കുറ്റിയും റെഗുലേറ്ററും സ്റ്റൗവും അടങ്ങുന്ന ഒരു ഫുൾ സെറ്റ് കാണുന്നത്. എന്റെ സിൻഡ്രു അല്ല, ദിൽജു. എന്തോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അയ്യോ, ഒന്നാക്കണ്ട, 1000 കാര്യങ്ങൾ ചോദിക്കേ. എനിക്ക് ഇതിൽ നിന്നൊരു സിലിണ്ടർ തരുമോ? ഓ, ഒന്നാ? നിനക്ക് 1, 5, 10 സിലിണ്ടർ ഞാൻ തരും. നിനക്ക് മാത്രം. ഇപ്പൊ എനിക്ക് ഒരെണ്ണം മതി. ആവശ്യം വരുമ്പോ ഞാൻ ചോദിച്ചോളാം. മതി, ചോദിച്ചാ മതി. എന്റെ ദിൽജു, എന്റെ സിൻഡ്രു. ചേട്ടൻ രക്ഷപ്പെട്ടി ചേട്ടാ. ചേട്ടന്റെ വീട്ടിലെ ഗ്യാസ് ക്ഷാമം മാറി. ചേച്ചിതേ ഗ്യാസ് കുറ്റിയുമായി വരുന്നേ. നീ മിടുക്കിയടി, നീ നമ്മുടെ വീടിനെ രക്ഷിച്ചു. എല്ലാം ചേട്ടന്റെ ബുദ്ധിയല്ലേ? സിൻഡ്രു, വേഗം വാ, അച്ഛൻ വരാറായി. നമുക്ക് തിരിച്ചു പോകണ്ടേ? പിന്നെ നീ എവിടെ പോകുന്നു? ഞാൻ ദിൽജുവിന്റെ കൂടെ പോകുന്നു. അതെന്തിന്? നമുക്കിവിടെ കുറ്റി കിട്ടിയില്ലേ? ഇവിടെ ഒന്നല്ലേ ഉള്ളൂ. ദിൽജുവിന്റെ ഓഫീസിൽ പോയെന്ന് കാണണം. എന്തോരം ഗ്യാസ് കുറ്റിയാണ്. അതാവുമ്പോ എനിക്ക് ദിവസം മാറി മാറി ഉപയോഗിക്കാലോ. അപ്പൊ ഞാൻ നമ്മുടെ ഈ കുറ്റി ഞങ്ങൾ കേരളത്തിലെ പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാരെക്കാൾ വലുതാ. ഭർത്താക്കന്മാരെ എത്ര വേണമെങ്കിലും കിട്ടും, പക്ഷെ ഒരു ഗ്യാസ് കുറ്റി കിട്ടണമെങ്കിലേ പുണ്യം ചെയ്യണം, പുണ്യം. എടാ ജോസൂട്ടി, ഇവളെന്താണ് ഈ പറയുന്നേ? മനസ്സിലായില്ലേ? ചേച്ചി ഇപ്പൊ അവന്റെ കുറ്റിയാ. എന്താണ്? ഗ്യാസ് കുറ്റി.
നാട്ടുകാരിയായ ഒരു കൊച്ചുകുട്ടി ഡാൻസ് കളിക്കാനായിട്ട് അനുവാദം ചോദിച്ചു വന്നിരിക്കുകയാണ്. എന്താണ് അവസരം കൊടുക്കട്ടെ? ഓക്കെ, താങ്ക് യു. ചിഞ്ചുമോളെ റെഡിയാണ്? ഓക്കെ. Thank you.
താങ്ക് യു ജിജു മോളെ, സൂപ്പർ ആയിരുന്നു കേട്ടോ. കൊണ്ട് തലക്കടിച്ചു ഒന്ന് തലവണ്ട തോത്തിയൊരു പേട കൊടുത്തു. നമ്മൾ കാണുവാനെ അസ്സലാമലൈക്കും. താങ്ക് യു. അവസാനമായിട്ട് മലയാള സിനിമയിൽ നമുക്ക് ആർക്കും മറക്കാൻ കഴിയാത്ത ഒരു താരമുണ്ട്. മലയാള സിനിമയിൽ നിന്ന് മരിച്ചുപോയെങ്കിലും നമ്മുടെ എല്ലാം മനസ്സിൽ ജീവിച്ചിരിക്കുന്ന ഒരു താരം, മലയാള സിനിമയിലെ നിത്യ യൗവന നായകൻ, മരഞ്ചുറ്റി പ്രേമത്തിന് സുൽത്താൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന പ്രേം നസീർ സാർ. അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ തട്ടത്തിൻ മറയത്ത് ചിത്രത്തിലെ നിവിൻ പോളി കൈകാര്യം ചെയ്ത വിനോദ് എന്ന കഥാപാത്രം പ്രേം നസീർ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ എങ്ങനെയിരിക്കും? പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐശ്വര്യോടൊപ്പം നടന്നു. ആ വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിരാക്കാറ്റുണ്ട്. അതവളുടെ തട്ടത്തിലും മുടിയിലുമൊക്കെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ആ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും ആ പെണ്ണിന്റെ മുഞ്ച് കൂടി കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു, മറ്റൊരു തിണ്ടിക്കും അവളെ ഞാൻ വിട്ടുകൊടുക്കില്ല. ആ ഉമ്മച്ചിക്കുട്ടി അവൾ എന്റെയാണെന്ന്. താങ്ക് യു സോ മച്ച്. Arriba.
bachata. A ver, los pibes me ayudan con esto. ¿Qué dice? La banda se mueve. Y para vos vuelve la asesina, porque ella no para de bailar, bailar, bailar. Arriba, Para